യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ 3 എപ്പിസോഡുകളാണ്. You know, there are 3 episodes of the rising of Christ in John chapter 20. അതും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നടന്നതും ആ ആഴ്ചയോടുള്ള ബന്ധത്തിൽ നടന്ന 3 പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വിവരണമാണ് 20-ാം അധ്യായം. What happened in the first day of the week and what happened in the preceding days of the week is what is described. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആഴ്ചവട്ടം ഒന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ദിനങ്ങളാണ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനങ്ങൾ. The first day of the week is very important to the Lord, and that is the time God deals with his people. അതുകൊണ്ടാണ് 20-ാം അധ്യായം ആരംഭിക്കപ്പെടുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. That's why it says on chapter 20 verse 1, the first day of the week cometh. അപ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആഴ്ചവട്ടം ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം എന്ന് പറയപ്പെടുന്നത് ദൈവജനത്തിന് കർത്താവിനെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. The first day of the week or the day of resurrection for the Lord, it is very very important. അതുകൊണ്ട് മറ്റു പല തിരക്കുകളും ഇന്നുണ്ടായിട്ടും നിങ്ങൾ ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ആരാധനയ്ക്ക് വന്നതിന് തന്നെ ദൈവത്തിന് നന്ദി. You know, even though you were very busy, you took the time out to come and worship God on the first day of the week. Thank God for that. ജീവിതത്തിന്റെ എല്ലാത്തിനും മുൻപിൽ ആദ്യം ദൈവത്തിന് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ വേദനയുടെ സമയങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വരും. In every aspect of your life, if you give God the number 1 position in life, in your difficult times, God will give himself the number 1 position in your life. 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ദൈവത്തെ തേടി കല്ലറയിലേക്ക് ആരാധനയ്ക്കായിട്ട് പോയപ്പോൾ ആഴ്ചവട്ടത്തിന്റെ നേരം വൈകിയപ്പോൾ ദൈവം അവരെ തേടി വന്നു. You know, on the first day of the week, when somebody decided to go and worship God and go to the tomb seeking after God, on the last day of the week, God came seeking for them. എനിക്ക് നിങ്ങൾക്കും സുഖവും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉള്ളപ്പോൾ ദൈവത്തെ തേടി പോയാൽ വൈകുന്നേരങ്ങളിൽ സായാഹ്നങ്ങളിൽ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളെ തേടി കർത്താവ് വരും. In your good times, if you go seeking after God, in your bad times, God will come seeking after you. ആരോഗ്യവും സാഹചര്യവും സമാധാനവും ഉള്ളപ്പോൾ ദൈവത്തെ തേടിയാൽ ബലഹീന നിമിഷങ്ങളിൽ ദൈവം നിങ്ങളെ തേടി വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുറികളിലേക്ക് വരും. When you are strong, when you are healthy, in those times, when you seek after God, in your weakness, in your old age, God will come seeking after you. അതുകൊണ്ട് കർത്താവ് എല്ലാ സന്ദർഭങ്ങളിലും നോക്കുന്നുണ്ട്, എന്നെ തേടി എൻ്റെ ആരാധകർ എൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ടോ എന്ന്. God is always looking out for who is coming and worshiping him, who is seeking after him. 20-ാം അധ്യായം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രഭാതത്തിൽ രാവിലെ ഇരുട്ടുള്ളപ്പോൾ മേരി മഗ്ദലനെ കല്ലറയിലേക്ക് യാത്ര ചെയ്യുന്ന ചിത്രമാണ് 20-ാം അധ്യായത്തിന്റെ ആരംഭം. As I spoke last week too, you know, this is about Mary Magdalene. Early when it was yet dark, she went to the sepulchre to see the stone. 7 ഭൂതങ്ങൾ ബാധിച്ച് കഠിനമായ ശാരീരിക ക്ലേശം അനുഭവിച്ച അവളെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചത് അവൾ അനുഭവിച്ച പ്രിയപ്പെട്ടവളാണ്. She is the one who experienced. She was filled with 7 evil spirits. God delivered her and she has experienced the deliverance of God. കഴിഞ്ഞ ദിനങ്ങളിൽ 2-3 വർഷങ്ങളായിട്ട് അവൾ കർത്താവിനെ പിൻഗമിക്കുകയായിരുന്നു. ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. You know, the past 3 years she was following after the Lord, but now she has lost that company. കർത്താവിന്റെ സാന്നിധ്യം ഇല്ല എങ്കിലും അവനെ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവൾ യാത്ര ചെയ്തു പോകുവാൻ രാവിലെ ഇരുട്ടുള്ളപ്പോൾ പട്ടാളക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവൾ യാത്ര ചെയ്യുകയാണ്. Though the presence of God is not there, she woke up early to go to the place where they have lived, even though the soldiers were there. അവളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ലക്ഷ്യത്തിന്റെ മുൻപിൽ ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രതിബന്ധങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവൾ കർത്താവിന്റെ അടുക്കിലേക്ക് പ്രഭാതത്തിൽ യാത്ര ചെയ്യുകയാണ്. In a travel to the destination which she's going, there are a lot of hindrances, there are a lot of stoppages, there are a lot of people trying to stop her earlier, but she is continuing towards a goal. ജീവിതം പ്രതിസന്ധി നിറഞ്ഞതാണ്, വെല്ലുവിളികൾ നിറഞ്ഞതാണ്, പ്രശ്നം നിറഞ്ഞതാണ്. പക്ഷേ കർത്താവിനെ തേടുവാനായിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. You know,
life is full of hindrances, life is full of difficulties, Aliyah. But even in the midst of this, if you are there trying to seek after God, God will open the way for you. ഇവളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വേറെ ഇനി യാതൊരു പ്രതീക്ഷകളുമില്ല. കർത്താവിനെ കാണാൻ ഇറങ്ങിയ പല പ്രിയപ്പെട്ടവർക്കും പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. You know, for her, she has no other goal. You know, but there are other people who have, you know, gone after the Lord, but they have different goals. ചില പ്രിയപ്പെട്ടവർ അത്ഭുതം കണ്ടതുകൊണ്ടും അപ്പം ലഭിച്ചതുകൊണ്ടും പച്ചവെള്ളം ഈഞ്ഞാക്കിയതുകൊണ്ടും ഒക്കെ കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടും അനുഭവിച്ചതുകൊണ്ടും ആ പല പ്രിയപ്പെട്ടവരും ക്രിസ്തുവിനെ തേടി ഇറങ്ങിയത്. Some people who are following after Christ because they have seen the miracles, they have seen the water turn into wine, they have seen the multiplication of the bread and of the bread. That's why they are following. പക്ഷേ ഇവൾക്കൊന്നും ലഭിച്ചില്ലെങ്കിലും ഇവൾ ദൈവത്തെ തേടി വീണ്ടും യാത്ര ചെയ്യുകയാണ്. Even though she received nothing, she is still following after the Lord. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ ആദ്യത്തെ ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളില്ലായിരുന്നല്ലോ, കഴിഞ്ഞ ഞായറാഴ്ച എല്ലാവരും കൂടെ യേശുവിന് ഹോശന്ന പാടിയ ദിനമായിരുന്നു. You know that the past Sunday was the day when everybody was singing Hosanna to the Lord. അനേക ക്രൗഡ്സ് എല്ലാവരും കൂടെ യേശുവിനെ ഹോശന്ന പാടിയ ദിനമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. You know, there's a big crowd of people, singing Hosanna to the Lord the last Sunday. എന്നാൽ ക്രൂശീകരണം വന്നപ്പോഴത്തേക്ക് എല്ലാ ആളുകളും ഒഴിഞ്ഞുപോയി, അവരെല്ലാവരും സ്ഥലം വിട്ടു. But when the cross came, everybody ran away, everybody deserted him. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് ദിവസം കൂടെ ഈ ശിഷ്യന്മാരിൽ ചിലർ കുറച്ച് ദിവസം കൂടെ ഒക്കെ നിന്നു. വ്യാഴാഴ്ച രാത്രി വരെ ചില പ്രിയപ്പെട്ടവർ കൂടെ നിന്നു. Then we know some people stayed with them for a while, some disciples stayed with them till Friday evening. ഇരുപത് സുവിശേഷം 26-ാമത്തെ അധ്യായത്തിന്റെ 56-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. In Matthew 26 says, then all the disciples left him and ran away. പട്ടാളക്കാരെല്ലാവരും കൂടെ പിടിക്കാൻ വന്ന സന്ദർഭത്തിൽ ശിഷ്യന്മാരെ അതുവരെ കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങൾ, തടിമിടുക്കുണ്ടായിരുന്ന ആണുങ്ങൾ എല്ലാവരും വിട്ടുപോയി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. The Bible says that all those disciples, very strong and strong people, when the soldiers came to capture him, they all ran away. അപ്പൊ കുറച്ചു പേരെ ഗെത്സമനയിൽ വെച്ച് വിട്ടുപോയി. എന്നാൽ മറ്റൊരാളെ എന്തു വന്നാലും കൂടെ നിൽക്കും, ചത്താലും ഞാൻ ചങ്കാന്ന് പറഞ്ഞ് വേറൊരാളുണ്ടായിരുന്നു, പത്രോസ്. Some people stayed till Gethsemane, but there was somebody who said that I'm ready to die for him. അദ്ദേഹം കോർട്ട്യാർഡ് വരെ വന്ന മനുഷ്യനായിരുന്നു. 74-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് ചങ്കായിരുന്ന പത്രോസ് പറയുകയാണ്. Peter, he left after him till the courtyard. He followed him. അങ്ങനെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ പല പ്രിയപ്പെട്ടവരും ഇപ്പം വിട്ടുപോയിക്കൊണ്ടിരിക്കുക. There are people who said they would stay with him forever. Slowly by slowly they are all leaving him. അപ്പോൾ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പത്രോസ് അടക്കം വിട്ടു. ഏറ്റവും ഒടുവിൽ യൂത്ത് പാസ്റ്റർ കുരിശിന്റെ അവിടം വരെയും വന്നു. Senior pastor Peter, they left him, but the youth pastor, they went right till the bottom of the cross. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യൂത്ത് പാസ്റ്റർ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്, അദ്ദേഹവും ക്രൂശ് വരെ വന്നു. Youth pastor John is there right till the cross. He is there at the foot of the cross. ശ്രദ്ധിക്കുക, പല പ്രിയപ്പെട്ടവരും പല സന്ദർഭങ്ങളിൽ വിട്ടുപോയിക്കൊണ്ടിരിക്കും. Many people, they left him at different times. നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നവർ എത്ര പ്രിയപ്പെട്ടവരുണ്ട്? How many people are there who say, very from the bottom of their heart that we will be with you? ജീവിതത്തിന്റെ ചില പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും തിരസ്കരണത്തിന്റെയും മധ്യത്തിൽ ചില പ്രിയപ്പെട്ടവർ വിട്ടുപോകും. In difficult times, in problematic times, some of these people will leave you. എന്തെങ്കിലും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ആള് കൂടെ നിൽക്കത്തുള്ളൂ. Everything is good and fine and hey, that is the time when people will be with you. കാരണം ഇവരെല്ലാം നിന്നത് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ ശിഷ്യന്മാരും ആളുകളും എല്ലാം ഹല്ലേലൂയ പറഞ്ഞതും കൂടെ നിന്നതും എല്ലാം എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുടെ മധ്യത്തിലായിരുന്നു ഈ പ്രിയപ്പെട്ടവരിൽ പലരും കർത്താവിന്റെ കൂടെ നിന്നത്. People who followed him, they were there, just to get something out of him, just to see him, to be a part of his greatness. That's why they followed him. ഞാൻ നിങ്ങളോടൊരു ചോദിക്കട്ടെ, നിങ്ങളോട് കൂടെ നിൽക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എത്ര പേരുണ്ട്? Let me ask you a question. How many people are there who you think will be with you? ആത്മാർത്ഥമായിട്ട് ചോദിക്കും, നിങ്ങളോട് കൂടെ നിങ്ങൾക്കൊരു അപമാനം ഉണ്ടായാൽ, say you go into some difficult times, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ, if you have some problem, ചിലപ്പോൾ അതൊരു നല്ല കാര്യമല്ലായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന എല്ലാം നല്ലതിനെ അംഗീകരിക്കണമെന്നല്ല, പക്ഷെ ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിങ്ങളുടെ കൂടെ എത്ര പേര് കാണും? In a time of difficulties, who are those people who will stand with you? അത് നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നിങ്ങളോട് കൂടെ എത്ര പേര് കാണും? You need to
ask your own self. ഇനി നിങ്ങൾ ചോദിച്ചു, ഇനി ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഒരാൾക്ക് വേണ്ടി നിൽക്കുമോ? And then you ask yourself, if somebody else goes through that problem, will നമ്മൾ I stand with him? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ മിടുക്കന്മാരും ആരോഗ്യമുണ്ടായിരുന്ന ചത്താൽ ഞാൻ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും വിട്ടുപോയി. You know, here you see all these people who said, no matter what happens, I will not leave you. But- even those people left him. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു സഹോദരി ക്രൂശിന്റെ അപ്പുറത്തേക്ക് റിസ്ക് എടുത്തു പോകുകയാണ്. But here we see one sister, she goes beyond the cross. കൂടെ ഇറങ്ങിയ പ്രിയപ്പെട്ടവരും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരും മാറിപ്പോയിട്ടും കുരിശിനപ്പുറത്തേക്ക് റിസ്ക് എടുത്ത് യാത്ര ചെയ്യാൻ തയ്യാറാകുകയാണ് മേരി And those മഗ്ദലനെ. people who said that they would be with him forever, when they all left, here we see Mary going beyond the cross. അവൾ ഇറങ്ങി തിരിച്ചതിന്റെ കാരണം കൂടെ ആര് നിൽക്കുമെന്നോ കൂടെ സപ്പോർട്ട് ചെയ്യുമെന്നോ, തികഞ്ഞ സ്നേഹത്തിന്റെ മുൻപിൽ അവളുടെ മുൻപിൽ ഉണ്ട എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ ഭയങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കല്ലറയിലേക്ക് അവൾ യാത്ര For the ചെയ്യുകയാണ്. love of God, you know, she overcome all hindrances on a journey towards the അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ, അവൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാവരും പോയിട്ടും ആദ്യം വിറ്റ്നസ് ആകുവാൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യമായിട്ട് ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് അവളായിരുന്നു. Oh, the reason why she got the blessing of seeing the resurrected Christ, the first was because she left everything and followed him. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടാതെ ആദ്യം മഗ്ദലന മറിയത്തിന് ഭൂതം ബാധിച്ച് ഇവൾ കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറായപ്പോൾ ദൈവത്തിന്റെ എൻകൗണ്ടർ എന്ന് പറയപ്പെടുന്നത്, നീ കാൽച്ചുവടുകളെ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരങ്ങൾ The പ്രവർത്തിക്കും. encounter of the Lord is such that if you start taking steps to the Lord will be there for you. ആരുണ്ടെന്നോ സപ്പോർട്ട് ചെയ്തോ എന്നുള്ളതല്ല, ഇവൾ കല്ലറയിലേക്ക് പ്രതീക്ഷയോടെ കാൽച്ചുവട് വെച്ചപ്പോൾ ദൈവത്തിന്റെ ആദ്യത്തെ പ്രത്യക്ഷത, അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീക്ക് പ്രത്യക്ഷമായെങ്കിൽ ദൈവം നിന്റെ കണ്ണുനീരിന്റെ മുൻപിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ധൈര്യത്തോടെ മുന്നേറുവാൻ തയ്യാറാകുക. And she said that no matter who stands with me or not, I am going to go. That is why the Lord said, I am going to be the first person. She's going to be the first person who meets me after I get resurrected. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, അവനെ എവിടെ വെച്ചിരിക്കുന്നു പറഞ്ഞോ, ഞാൻ എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞ അവളുടെ ദൈവസ്നേഹമായിരുന്നു, അവളുടെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹമായിരുന്നു. അത് അവൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ She tells പ്രവർത്തിച്ചു. the soldier, just tell me where you have kept him. I will go and get him. The reason why she said that was because of the deep love she had for the Lord. ഈ കല്ലറയുടെ വാതുക്കൽ നിന്നുകൊണ്ട് ഇവൾ കുറെ നേരം കരഞ്ഞു കാണും. You know, she must have stood in front of the sepulchre and cried for a long time. ഇവളുടെ സങ്കടങ്ങളെല്ലാം ഈ കല്ലറയുടെ മുൻപിൽ നിന്ന് ഇവൾ പറഞ്ഞ് ചിലപ്പോൾ കുറച്ച് നിമിഷങ്ങൾ കരഞ്ഞു കാണും. Maybe she stood there and, you know, wept before the grave and told the Lord of all her sorrows. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഗോ ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ഇൻ ദ ഏർലി മോർണിംഗ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആഴ്ചവട്ടത്തിന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ നിങ്ങൾ പോകേണ്ടത് ദൈവത്തിന്റെ സന്നിധിയാണ്. You know, let me remind you, people who are here, you need to put in a habit of going and seeking the Lord early in the morning. മറ്റേത് കാര്യം ചെയ്യുന്നതിന് മുൻപായിട്ട്, മറ്റേത് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുൻപായിട്ട് ആദ്യം പോകേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. Before going into any other business, Aliyah, where we need to go first is first go to the presence of the Lord early in the morning. നോട്ടിഫിക്കേഷൻ നോക്കുന്നതിന് മുൻപായിട്ട്, റിംഗ് ബെല്ലിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യം പോകേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ്. Before looking at the notification on your phones, before anything else, go to the presence of the Lord. അവിടെ ചെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് അല്പസമയങ്ങളൊന്ന് കരഞ്ഞു നോക്കിക്കേ. Oh, just go there, weep for a while. ചിലപ്പോൾ നിങ്ങൾക്ക് വാക്കുകൾ കാണത്തില്ലായിരിക്കാം, വാക്കുകൾ വേണ്ട, ദൈവസന്നിധിയിൽ അല്പനിമിഷം കരയാൻ തയ്യാറാകും. Yes, you might not have the words to say. You don't need the words. Just go and stay there in His presence. Your tears are stronger than the word. നിങ്ങളുടെ വാക്കുകളെക്കാട്ടിലും ശക്തിയുള്ളതാണ് നിങ്ങളുടെ കണ്ണുനീരെന്ന് പറയുന്നത്. Your tears are much stronger than your words. കണ്ണുനീരുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. Aliyah, those who weep for the Lord will come down for them. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കണ്ണുനീരോടുകൂടെ ഈ ദിവസങ്ങളിൽ ചെല്ലാനിടയായി കഴിഞ്ഞാൽ നീ പ്രതീക്ഷിക്കാത്ത ചില എൻകൗണ്ടറുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നൽകും. If you are willing to go and weep for the Lord, Aliyah, you will get encounters which you have never dreamt of in your life. ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും എനിക്കും നിങ്ങൾക്കും ആവശ്യം കണ്ണുനീരോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കും ദൈവത്തിന്റെ അടുക്കലേക്കും ചെല്ലുക. What the church needs, what you and me we need to go to the presence of the Lord with weeping eyes. അതുവരെയും അവർ പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു വലിയ ദൈവീക അത്ഭുതം അവളുടെ കണ്ണിന്റെ മുൻപിൽ കാണുകയാണ്. Oh, she sees a miracle which she
had never imagined before in our life. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥനയോടും കണ്ണുനീരോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നുവെങ്കിൽ ചില ദൈവീക ഇടപെടലുകൾ നിങ്ങൾക്ക് അനുഭവിപ്പാനായിട്ട് സ്വർഗത്തിലെ If you ദൈവം are in the അനുവദിക്കും. presence of the Lord this morning with tearful eyes, hallelujah, you will have an encounter with God this morning. എന്റെ വിഷമവും എന്റെ ഭയവും എന്റെ ഭാരവും എന്റെ ആകുലതയും ആരും അറിയുന്നില്ല. പക്ഷേ ഞാൻ ഇറക്കി വെക്കാൻ വന്നിരിക്കുന്നത് ഈ ദൈവത്തിന്റെ സന്നിധിയിലാ, കല്ലറയുടെ വാതുക്കലാ. My problems, my sorrow, why nobody else knows, hallelujah, but I know a presence where I can go and lay all these things down there. അതുകൊണ്ടാണ് കർത്താവിന്റെ ഒന്നാമത്തെ വാക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയേണ്ടത്, കരയണ്ട, നിന്റെ കണ്ണുനീര് കാണുന്ന That's ദൈവം. why I reminded you the other day, the first words of the Lord was, weep not, I see your tears. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ഒന്നാമത്തെ പദം വോയിസ് ഓഫ് കംഫോർട്ട് ആയിരുന്നു, ആശ്വാസത്തിന്റെ ആശ്വസിപ്പിക്കുന്ന പദമായിരുന്നു. The first word of the resurrected Christ was a voice of comfort. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. The Lord is a comforting God. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിന്റെ വേദനകളും കണ്ട് നിങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ, സമാധാനം നൽകുവാൻ വന്നിട്ടുണ്ട്. Hallelujah, the Lord is here to see your tears, to answer your questions and to give you peace and comfort. അന്നത്തെ വൈകുന്നേരം 19ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. In the 19th verse it is written, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ നേരം വൈകിയപ്പോൾ യഹൂദന്മാരെ പേടിച്ചിരിക്കുന്നവരുടെ അടുക്കിലേക്ക് കർത്താവ് വരികയാണ്. you know, and that evening where people are afraid of the Jews, the Lord comes in between them. കാരണം ഇവിടെ യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാരൊരു വീടിന്റെ അകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. You know, here the disciples are all, you know, sitting in a room afraid of the Jews outside, of the Romans outside. ഇവരെ സംബന്ധിച്ചിടത്തോളം മരണഭയമുണ്ട്. വരുന്ന ദിവസം ഇവർ ചിലപ്പോൾ കൊല്ലപ്പെടാനായിട്ടുള്ള They സാധ്യതയുണ്ട്. have all the fear of death. Maybe tomorrow these people will kill us. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയെ പറ്റിയുള്ള ആകുലതയുണ്ട്. ഇനി എന്തായി തീരും എന്ന് ഇവർക്കൊരു They are very ആശങ്കയുണ്ട്. scared about the future. They don't know what's going to happen tomorrow. അപ്പൊ ഇവരെ അഭിമുഖീകരിക്കുന്ന പലവിധമായിരിക്കുന്ന പേടിയുണ്ട്, ഭയമുണ്ട്. There are many fears that they have been entrapped with. അപ്പൊ ആ ഒന്നാമത്തെ ദിവസം ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുന്ന അവരുടെ അടുക്കലേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അത്ഭുതകരമായിട്ട് On the first പ്രത്യക്ഷപ്പെടുകയാണ്. day when these people are sitting with all fear, our blessed Lord Jesus Christ comes in between them. കർത്താവ് അവരോട് ആദ്യമായിട്ട് പറയുന്ന പദം നിങ്ങൾക്ക് സമാധാനം The first എന്നുള്ളതാണ്. words that the Lord spoke to them, peace be unto you. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു സഭയോടെ അല്ലെങ്കിൽ കൂടി വന്ന കൂട്ടത്തോട് പറയാണ്, നിങ്ങൾക്ക് You സമാധാനം. know, the risen Christ is telling the church or the people who are gathered, peace be unto you. എന്നിട്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതി എന്നാ And രേഖപ്പെടുത്തിയിരിക്കുന്നത്. he said he breathed the Holy Spirit upon them. അവരെ ഒരു പ്രത്യേക പദവിക്ക് വേണ്ടി കമ്മീഷൻ ചെയ്യുകയാണ്. The Lord is commissioning them for a post. ഒന്നാമത് നമ്മൾ കണ്ടത് കംഫോർട്ട് ആയിരുന്നെങ്കിൽ രണ്ടാമത് ഇവിടെ കാണപ്പെടുന്നത് അവരെ കമ്മീഷനിങ് ചെയ്യുകയാണ്. First words were words of comfort. The second was a commission given to them. പേടിച്ചിരിക്കുന്ന, ധൈര്യമില്ലാതിരിക്കുന്ന, ആശങ്കയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം ചില നിയോഗങ്ങൾ നൽകുകയാണ്. People who are fearful, people who are afraid of sitting, God is giving them some commissions. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു എന്ന് When രേഖപ്പെടുത്തിയിരിക്കുന്നത്. they saw the Lord, they were overjoyed. രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. And then it is written that when the disciples saw that it was the Lord, they were overjoyed. ജീവിതത്തിൽ നമുക്ക് സന്തോഷം ലഭ്യമാകുന്നത് കർത്താവിനെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. Oh, the true joy comes only when we see the Lord. ലോകത്തിൽ നിങ്ങൾക്ക് ഒന്നിനും സന്തോഷം തരാനായിട്ട് കഴിയത്തില്ല. Nothing of this world can give you that joy. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഒത്തിരി സന്തോഷം നൽകുന്ന പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അതിനൊന്നും സമാധാനം തരാൻ In കഴിയത്തില്ല. this world we have so many things which gives us joy, but that will not give us the peace. നിങ്ങളുടെ എല്ലാവരുടെയും വീടിന്റെ ലോൺ എല്ലാം അടച്ചാൽ നിങ്ങൾ സന്തോഷമാകുമോ? You know, if all your home loans are be paid off, will you be happy? നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്ന തന്നെ എങ്ങനെയും ലോൺ അടയ്ക്കണം, പിള്ളേരുടെ കല്യാണം, നിങ്ങളുടെ മക്കളെല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് And if സമാധാനമാകും. all your kids become doctors and engineers, will you be happy? അങ്ങനെ ആയവരുടെയൊക്കെ നിങ്ങളൊന്ന് ചോദിക്കണം സന്തോഷമാണോ എന്നുള്ള കാര്യം. You go and talk to those people who this has happened to them. Are they happy? ലോൺ അടച്ച് തീർന്നത് കൊണ്ടോ എല്ലാവരും നല്ല ജോലിക്കാരും ആയതുകൊണ്ടോ സമാധാനവും സന്തോഷവും കിട്ടണമെന്ന്. Just by paying off all your loans or if all your kids are doing well, that is not going to give you the joy and the peace. സമാധാനം ലഭിക്കണമെങ്കിൽ അത് കർത്താവ് തരണം. The joy and the peace comes only from the Lord. അത് ദൈവത്തിങ്കൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ. It can come only from the Lord. അത് നമുക്കുണ്ടായിരിക്കുന്ന സൗഭാഗ്യങ്ങളോ വിദ്യാഭ്യാസമോ എല്ലാ സൗകര്യങ്ങൾ കൊണ്ട് സമാധാനം ലഭിക്കത്തില്ല. With all your
education and your wealth, you will not get the peace. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശിഷ്യന്മാർ കർത്താവിനെ കണ്ടപ്പോൾ അത്യന്തം സന്തോഷിച്ചു. Here when the disciples saw the Lord, they were overjoyed. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനം നേരം വൈകിയപ്പോൾ അവർക്കുണ്ടായ അനുഭവം കർത്താവിനെ കണ്ടു Then the എന്നുള്ളതാണ്. same day at the evening, the biggest joy they received was they saw the Lord. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടാൽ ചില ദൈവിക സന്തോഷവും ചൈതന്യവും You ഉണ്ടാകും. and me in our lives, if we see the Lord, we will receive the joy and the peace. അപ്പൊ അന്നത്തെ ആ സന്ധ്യയിൽ കർത്താവർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടിട്ട് പേടിച്ചിരിക്കുന്നവർക്ക് ധൈര്യം പകരുകയാണ്. That night the Lord goes and visits his people and he encourages them. ആ യോഗത്തിൽ നമ്മുടെ തോമസ് അപ്പോസ്തലൻ നമ്മുടെ നാട്ടിലേക്ക് വന്ന ആള് ആ പ്രാർത്ഥനാ യോഗത്തിൽ ഇല്ലായിരുന്നു. That meeting, the apostle which came to our India, he was absent. അദ്ദേഹം പല സംശയങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. He had a lot of doubts in his mind. സംശയം ഒരിക്കലും ഒരു തെറ്റല്ല, സംശയിക്കുന്നത് നല്ലത് തന്നെയാണ്. Doubting is not a sin or anything. Many people have doubts. ആരുടെയും മുൻപിൽ ധൈര്യത്തോടെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളായിരുന്നു തോമസ്. Thomas was a person who could boldly ask questions to anybody. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 പ്രത്യേകിച്ച് തോമസിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. In the book of John, we see John in 3 places. 11-ാമത്തെ അധ്യായത്തിൽ ലാസർ മരിച്ച സ്ഥലത്തേക്ക് പോകാൻ എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ തോമസ് പറഞ്ഞു, നമുക്ക് പോകാൻ ധൈര്യമായിട്ടിരിക്കുക, അവർ കല്ലെറിയാനായിട്ടിരിക്കുന്നെങ്കിലും നമുക്ക് പോകാമെന്ന് പറഞ്ഞു. In John chapter 11, when they were going to raise up Lazarus, when everybody was afraid to go, he said, no, let us go. We will die with him. കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു തോമസ് എന്ന് പറയപ്പെടുന്ന ആൾ. Thomas was a person who had the commitment. തന്റെ ലീഡറിനെതിരായിട്ട് പ്രശ്നമുണ്ടാക്കി നിൽക്കുന്നുവെങ്കിലും നമുക്ക് ഒരുമിച്ച് പോകാം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് എടുത്ത മനുഷ്യനായിരുന്നു തോമസ്. Though he had many rebellions, but he had a commitment that he was going to go with the Lord. പിന്നെ അദ്ദേഹത്തെ കാണുന്നത് 14-ാമത്തെ അധ്യായത്തിലാണ്. Then we see him in chapter 14. ഈ കർത്താവ് ഞാൻ പോയി സ്ഥലമൊരുക്കാമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ വഴി ഏതാണെന്ന് ചോദിക്കുന്ന വ്യക്തിയാണ് When തോമസ്. Jesus said, I'm going to go and prepare you a place, Thomas asked him, Lord, which is the way? എന്ത് സംശയമുണ്ടെങ്കിലും അന്നേരം തന്നെ ചോദിക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു ഉത്തരവാദിത്തമാണ്. It was his habit that if he had a doubt, he would ask the question. അത് നല്ല കാര്യം തന്നെയാണ്. അറിയാൻ വേണ്ടി ജിജ്ഞാസയുണ്ടെങ്കിൽ, ആകാംക്ഷയുണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കുന്നത് തന്നെ ഏറ്റവും നല്ലത് തന്നെയാണ്. It's good to ask questions. കാരണം കാര്യങ്ങൾ അറിഞ്ഞു പോകുന്നത് എപ്പോഴും ഉത്തമമായിരിക്കുന്ന സംഗതി തന്നെയാണ്. If you know something, better good knowledge is good. തോമസിനെ രണ്ടാമത് നമുക്ക് 14-ാമത്തെ അധ്യായത്തിലും പിന്നീട് 3-ാമത് കാണുന്നത് ഈ 20-ാമത്തെ അധ്യായത്തിലുമാണ്. Then we see him in this chapter 20. ഇദ്ദേഹം ഈ 20-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 2 സഭായോഗങ്ങളുടെ മധ്യത്തിൽ അദ്ദേഹത്തെ കണ്ടില്ല. 3-ാമത്തെ സഭായോഗത്തിലാണ് അദ്ദേഹത്തെ കാണുന്നത്. The first 2 meetings he was not there, but this is the 3rd meeting. 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തുകൂടി അടുത്ത സഭായോഗത്തിന് അവർ കൂടിയിരിക്കുമ്പോൾ And after 8 days again disciples were യേശു വന്ന് വീണ്ടും നടുവിൽ നിൽക്കുകയാണ്. And then again Jesus comes and stands in between them. ഞാനായിരുന്നെങ്കിൽ എവിടെ പോയി കയറിയെന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഉടക്കുണ്ടാക്കിയത്. പക്ഷെ നമ്മുടെ കർത്താവ് എത്ര ഡീസന്റ് ആണ്, വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ആളാണ് നമ്മുടെ കർത്താവ്. If I was the Lord, I would ask him, where were you the last 2 meetings? But Jesus did not say that. കർത്താവ് വന്നിട്ട് അവനോടും പറയുകയാണ്, നിനക്കും സമാധാനം. Jesus comes and tells him, to him also peace be unto you. കഴിഞ്ഞ ആഴ്ച വന്നവനോടും പറഞ്ഞു സമാധാനം, ഈ ആഴ്ച വന്നവരോടും പറഞ്ഞു സമാധാനം. The people who came to the last meetings, to them also the Lord said peace be unto you. The one who did not come the last 2 meetings, to him also he said peace be unto you. നമ്മുടെ കർത്താവിനെയാണ് ആക്ച്വലി പാസ്റ്ററാക്കി ഇരുത്തേണ്ടത്. That is the person we need to have as a pastor. ഇപ്പോഴത്തെ പാസ്റ്റർമാരാണെങ്കിൽ ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കും, കണ്ടില്ലല്ലോ If എന്ന് it was പറഞ്ഞു. best pastor, they would cause all the problems. നിങ്ങൾ എത്ര സന്തോഷമുള്ള ആളുകളാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. I know how happy and joyful you people are. ഇവിടെ തോമസ് എന്നെ കാണാഞ്ഞിട്ടും തേടി വരുന്ന കർത്താവിനെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. Here we see the Lord, though he did not see Thomas in the last 2 meetings, here is the Lord coming to look, going after Thomas. അവന്റെ അടുക്കലേക്ക് കർത്താവ് അവനെ തേടി വരികയാണ്. The Lord is coming, seeking after Thomas. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഈ കൂട്ടുകാരായിരിക്കുന്ന 11 പേരെ 10 പേരെ പല കാര്യങ്ങളും പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് കർത്താവ് വന്നു, സഭായോഗത്തിന് ഭയങ്കര വിടുതലായിരുന്നു, ഡെലിവറൻസ് ആയിരുന്നു, കർത്താവ് വന്നു, ഞങ്ങൾ കണ്ടു എന്നെല്ലാം ഇവരെ ഈ തോമസിനോട് പറയുന്നു. In the last 2 meetings, those 10 people, they went and told Thomas, we have seen the Lord, we had an amazing meeting and you were not there. തോമസ് പറഞ്ഞു, നമുക്കറിയാം നിങ്ങൾ എത്ര ചാടിയാലും ഇത്രയ്ക്കുള്ള ചാട്ടമാണ്, നമ്മൾ ഇത് എത്ര 10-35 വർഷമായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കളിയാണെന്ന് നമുക്കറിയാം. Thomas said, I know you people, I know how far you guys can go, I'm not going to believe you. അതുകൊണ്ട് എന്റെ മോനെ പത്രോസേ, ഞാൻ കാണാതെ നീ ഈ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കത്തില്ല. I know you very well. Unless and until I see the Lord,
I'm not going to believe it. എനിക്കറിയാം ഞങ്ങൾ കുറെ പൈസ മുടക്കിയതും കുറച്ച് കളിച്ചതും ഒക്കെയാണ്, ഞങ്ങൾക്ക് ഈ മെനക്കേടിന് ഞങ്ങൾ നിൽക്കത്തില്ല എന്നുള്ളത് We പറഞ്ഞു. have gone through all this many a times. I'm not going to believe it. അതുകൊണ്ട് എനിക്കിത് കാണാതെ എനിക്ക് വിശ്വസിക്കുന്ന പരിപാടിയേ He ഇല്ലെന്ന് പറഞ്ഞു. said, until and until I see the Lord, there's no way I'm going to believe. ഇത് ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്. It's all written in the book. കാരണം അവരെല്ലാവരും കൂടെ വർത്താനം പറയുന്ന കാര്യങ്ങൾ അതിന്റെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള അവരുടെ ഡിസ്കഷൻ ഇതായിരുന്നു. Right from Monday till Saturday, this was their discussion. അപ്പൊ ആ ഡിസ്കഷൻ നടക്കുന്നതിന്റെ 8ാമത്തെ ദിവസം കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിന്റെ കൈയും ഇങ്ങോട്ടെ, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക എന്ന് പറയുക. Oh no, on the 8th day, Jesus is standing for them and he said, Thomas, here, come and put your finger in my wounds. എന്നിട്ട് പറയുന്ന ആദ്യത്തെ പദം അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. First I said, don't be a non-believer, be a believer. ഇവരോട് കർത്താവിനോട് ഈ കാര്യം ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നെന്നും കണ്ടിട്ടേ വിശ്വസിക്കത്തുള്ളെന്നും വിലാപ്പുറം കാണണമെന്നുള്ള കാര്യമൊന്നും ഒരു ശിഷ്യനും ചെന്ന് യേശുവിനോട് പറഞ്ഞിട്ടില്ല. Nobody has told Jesus about all the discussions about what Thomas said and everything. Nobody told him about that. പക്ഷെ ഇവര് പറഞ്ഞ ഈ കാര്യങ്ങളെ സർവജ്ഞാനിയായിരിക്കുന്ന കർത്താവ് അറിഞ്ഞിട്ട് അവനോട് നേരിട്ട് വന്നിട്ട് പറയുക, നിന്റെ വിരൽ എന്റെ വിലാപ്പുറത്ത് ഇടാനായിട്ട് പറയുക. The all-knowing God, he knew everything, and he comes and straight away stands in front of the Thomas and says, Thomas, put your finger in my wounds. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും നന്നായിട്ട് അറിയുന്ന ഒരു ദൈവം, ആരും പറയണ്ട, നീ പറഞ്ഞ കാര്യങ്ങളും നീ ചിന്തിച്ച കാര്യങ്ങളും അറിഞ്ഞ് നിന്നോട് ഇടപെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. You know, our God is a God who knows you in and out. He knows every nook and corner of you. Knowingly, he will come and deal with you. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉണ്ടല്ലോ, ഹീസ് an omniscient God. അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. You know, the risen God, he's an omniscient God. He's an all-knowing God. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവ് ഉണ്ടല്ലോ, അവൻ സർവശക്തനായ ദൈവമാ, കല്ലറകളെ ഭേദിച്ചവനാ. Oh, the risen Christ who's come on the first day of the Lord, he is the Lord who has broken all the grave and come out. അവൻ പാതാളത്തിന്റെയും സാത്താന്റെയും റോമൻ സമൂഹത്തിന്റെയും യഹൂദ സാമ്രാജ്യത്തിന്റെയും എല്ലാ ശക്തികളെയും അതിജീവിച്ച് കല്ലറയെ ഭേദിച്ച സർവശക്തനാണ് ഉയർത്തെഴുന്നേറ്റ He has കർത്താവ്. come out strong, hallelujah, conquering all death and all sin and all power and all dominion. He's come as a strong person. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്ന് പറയപ്പെടുന്ന അവൻ സർവ്വവ്യാപിയായ ദൈവമാ. അവൻ കല്ലറയുടെ വാതിക്കൽ വരും, അവൻ വീട്ടിന്റെ അകത്ത് വരും, അവൻ തിബരിയാസിന്റെ കടൽ തീരത്ത് വരും, അവൻ എമ്മൗസിലേക്ക് പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വരുന്ന സർവ്വവ്യാപിയായ ദൈവമാ ഉയർത്തെഴുന്നേറ്റ ദൈവം. The risen Christ is an omnipresent God, hallelujah. He will go to the seashore. He will come and visit the people traveling to Amos. He will go at the sepulchre. He is everywhere. അവൻ നിന്റെ നിലവുകളും വിചാരങ്ങളും ദൂരത്ത് നിന്ന് ഗ്രഹിക്കത്തക്ക രീതിയിൽ വിലാപ്പുറത്ത് കൈയിടുവാൻ പറയത്തക്ക രീതിയിൽ ജ്ഞാനം പ്രാപിച്ചവനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. Christ is an all-knowing and all-knowledgeable God, hallelujah. He knows what Thomas said. That's why he says, Thomas, come and put your finger. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം നിങ്ങളുമായിട്ട് എൻകൗണ്ടർ ചെയ്യാൻ വന്നിരിക്കുന്നത് സർവ്വവ്യാപിയായ സർവജ്ഞാനിയായ സർവശക്തനായ ഉയർത്തെഴുന്നേറ്റ കർത്താവ്. On the first day of the week, hallelujah, the God who is come here, he's an all-knowing God, all-powerful God, an omnipresent God. ഓരോ ആഴ്ചവട്ടത്തിലും ദൈവത്തിന് പ്രത്യേക ഇടപെടലുകൾ തന്റെ ജനത്തോടുണ്ട്. Every week the Lord has special encounters with his people. ഓരോ ആരാധനയിലും ഓരോ സഭായോഗങ്ങളിലും ദൈവത്തിന് പ്രത്യേക ഇടപെടലുകളുണ്ട്. Every meeting, every get together, God has different ways of dealing with people. കരഞ്ഞു നിൽക്കുന്ന മറിയയ്ക്കും പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്കും സംശയിച്ചു പോയ തോമസിനും ഓടിപ്പോയ എമ്മൗസിലേക്ക് പോയവർക്കും ദൈവം ഇടപെട്ടുവെങ്കിൽ, Hallelujah. If God, hallelujah, went and met with the crying Magdalene or the afraid sister or the disciples or the running away disciple, hallelujah, God has an encounter with you too. ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ദൈവകൃപ ഈ ആരാധനാലയത്തിലുണ്ട്. In this worship, hallelujah, the amazing grace of God is here. അതുകൊണ്ടാണ് തോമസ് പറയുന്നത്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എന്റെ കർത്താവും എന്റെ ദൈവവുമായോ. Thomas says, my God, my Lord. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, എന്റെ കർത്താവും എന്റെ ദൈവവും. Say this to the Lord, my God,
my Lord. അതുകൊണ്ടാണ് പറഞ്ഞത് യേശു പറയുന്നത് കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. That's why Jesus said, those who did not see, yet they believe, they are the blessed ones. ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? You believe that God will come down for me. എന്റെ കണ്ണുനീരുകളെ കർത്താവ് തുടയ്ക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? You believe the Lord will come and wipe my tears. തോമസിനോട് പറയുകയാണ് അവിശ്വസിക്കാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. That's why Jesus told Thomas, don't be an unbeliever, believe. Do not be doubtful, just believe. വിശ്വസിക്കുക മാത്രം ചെയ്യുക. Don't be doubtful, just believe. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ സംശയിച്ചിരിക്കുന്നുവെങ്കിൽ ജസ്റ്റ് ബിലീവ് ഇൻ, ദൈവത്തിൽ വിശ്വസിക്കുക. Today, if there are some things in your life where you are doubting about, don't doubt about it, just believe it. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് നിനക്ക് വേണ്ടി സഹായമായിട്ട് വരാൻ കഴിയും. No, the risen Christ will come and help you out. ജസ്റ്റ് ബിലീവ് ഇറ്റ്. സംശയിപ്പിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവിന് പറയാനുള്ളത് സംശയിക്കരുത്, ജസ്റ്റ് ബിലീവ് ഇറ്റ്. There are many doubts in your life this morning. The Lord is telling you, don't be a doubter, just believe.